ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വളരെ സീരിയസ് ആയ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിന് കൃത്യമായ ആൻസർ എനിക്ക് കിട്ടണം. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ഉടമസ്ഥയ്ക്ക് പ്രധാനമായും വേണ്ടത് എന്താണ്? നീ ഇതൊന്നും ഇവിടെ പഠിപ്പിച്ചു കൊടുത്തില്ലടാ. അവര് തമ്മിലേ എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ ഏറ്റമ്മേ, അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നേ. പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനാ? അതെ, നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചാർജ് ചെയ്തോണ്ടിരിക്കണമല്ലോ, അതുകൊണ്ടാ. പിന്നെ ആ സാന്ദ്രയ്ക്ക് സംശയമില്ലല്ലോ? ഇല്ലമ്മേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കേ. ആ ശരി. വെൽക്കം മാഡം. വെൽക്കം സർ. താങ്ക് യു. പ്ലീസ് കം. ഇവനെന്താ ഇവിടെ? ഈ ദീപക് അത് അംബിക മാഡം കൊടുത്തുവിട്ട ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യാൻ വന്നതാ. MD-യുടെ റൂമിലേക്ക് കയറാം മാഡം. അവിടെയല്ലേ മാഡം ഇരിക്കേണ്ടത്. വരൂ സർ, വരൂ. വാ മാഡം. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ. പിന്നെന്താ? മാഡം വല്ലാത്ത ടെൻഷനിലാണല്ലോ. എന്ത് ചെയ്യും? എങ്ങനെയാ ഒന്ന് സമാധാനിപ്പിക്കുക? മാഡം, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഫുൾ കോൺഫിഡൻസോട് കൂടി നിൽക്ക്, എല്ലാം ശരിയാവും. രാജുന്റെ അഡ്വൈസ് എനിക്ക് വേണ്ട. മുഖം വല്ലാതിരിക്കുന്നോണ്ട് പറഞ്ഞു പോയതാ, സോറി. മാഡം, മാഡം ഇവിടെ അല്ലേ ഇരിക്കേണ്ടത്. ദാ ഈ കസേരയില. ഇതാണ് ചെയർപേഴ്സന്റെ കസേര. ഞാൻ ഇവിടെ ഇരുന്നാ പോരെ? പോരെ മാഡം, ആ കസേരയിൽ തന്നെ ഇരിക്കണം. മാഡം, ചെന്ന് ആ കസേരയിലിരിക്കും മാഡം. പ്ലീസ് മാഡം. ഇതെന്താ ഈ സാറ് ഭാര്യയെ മാഡം എന്ന് വിളിക്കുന്നേ? പ്ലീസ് മാഡം. അമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ട ഈ ദിവസം തന്നെ ഇങ്ങനൊരു ട്വിസ്റ്റ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ എന്തിനാണോ വിളിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അവിടെ ഇരിക്കുക. ഇവിടെ അച്ഛനിരുന്നാ മതി. അല്ല, ഞാനല്ല ഈ കസേര ഇരിക്കേണ്ടത്. സൂര്യമംഗലം ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ഉടമയുടെ കസേര ഇത്. നീയായിരിക്കേണ്ടത്. അതായത് ഇതിന്റെ എല്ലാ അവകാശിയുടെ ചേർ. അവിടെ നീ തന്നെ ഇരുന്നാ മതി. ആ രാജു ഇരിക്ക്. ഇരിക്ക്.
എന്താ ഇരിക്കാത്തെ? അത് അച്ഛന്റെ മുൻപിൽ ഞാൻ ഇരിക്കാറില്ലല്ലോ. അച്ഛനും മകളും ഒക്കെ അങ്ങ് വീട്ടില്. ഇത് നിന്റെ സ്ഥാപനങ്ങളുടെ ഒരു ഹെഡ് ഓഫീസാ. ഇരിക്കോടെ. ഇരിക്കും മാഡം. ആ സന്ദ്ര, സർ. വി ഹാവ് സംതിങ് ടു സേ പേഴ്സണലി. ഓക്കെ സർ. നീ എന്താ വിയർക്കുന്നത്? ഏയ് ഒന്നുമില്ല. വല്ലാത്ത ടെൻഷനാണെന്ന് തോന്നുന്നു. ഞാൻ വളരെ സീരിയസ് ആയ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിന് കൃത്യമായ ആൻസർ എനിക്ക് കിട്ടണം. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ഉടമസ്ഥയ്ക്ക് പ്രധാനമായും വേണ്ടത് എന്താണ്? നീ ഇതൊന്നും ഇവിടെ പഠിപ്പിച്ചു കൊടുത്തില്ലടാ. സാർ, പേഴ്സണാലിറ്റി, കറേജ്, തന്റെ ഇടം, ധൈര്യം, പ്രൗഡി. രാജു, നിനക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തുള്ളായിരുന്നോ? ശരി സാർ. ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തതിനു ശേഷം നീ എത്ര തവണ ഈ ഓഫീസിൽ വന്നിട്ടുണ്ട്? ആൻസർ മൈ ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞ സത്യമേ പറയാവൂ. വന്നിട്ടില്ല. കേട്ടില്ലേ? ഇതിന്റെ എല്ലാം ഉടമസ്ഥ ഈ സ്ഥാപനങ്ങളുടെ ഓഫീസിലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്ന്. ഇതാണോ ഉത്തരവാദിത്വം? അതൊന്നും പോരാ. ദിവസവും ഓഫീസിൽ വരണം. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. തല കുലുക്കുകയാണോ വേണ്ടത്? വാ തുറന്ന് മറുപടി പറയൂ, നല്ല പ്രൗഢിയോടെ. ഓഫീസിൽ വരാം. എല്ലാം ശ്രദ്ധിക്കാം. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇവള് മടി കാണിച്ചാ നീ പറഞ്ഞു വിടണം. ആ ശരി സാർ. ഇവളുടെ ഉപരിപഠനത്തിന് പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്തായി? വല്ല നടപടി ഉണ്ടാവോ? ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് കോളേജില്? സെന്റ് മേരീസില്. ബിസിനസ്സും നോക്കണം, കോളേജിലും പോണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ആ, ഒരു കാര്യം ചെയ്യാം, ഡിസ്റ്റൻസ് ആയി പഠിക്കാം. ഈ പറഞ്ഞതെല്ലാം നിനക്ക് സമ്മതമാണോ? ആ, സമ്മതമാണ്. അതോ കുട്ടികൾ വേണം, അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളൊന്നും പറ്റില്ലെന്നാണോ? അകലേ നോവിനാലേ